സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയാൽ അതൊരു റോങ് പ്രൊസീഡൻസ് സൃഷ്ടിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന് ജോലി പോലെയാണെങ്കിൽ നാളെ ട്രേഡേഴ്സിനും കർഷകരുമൊക്കെ അവരവരുടെ ജോലി മേഖലയിൽ തങ്ങൾ ജാമ്യം കിട്ടേണ്ടതുണ്ട് എന്ന ഒരു വാദവുമായി വരും. അങ്ങനെ വന്നാൽ നിലവിൽ ഒരാൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു പൊളിറ്റീഷ്യനാണ് എന്ന നിലയിലല്ല ഞങ്ങൾ ഇത് നൽകുന്നത്, പക്ഷേ ആ സാഹചര്യമാണ് ഞങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിൻ്റെ അസാധാരണമായൊരു സാഹചര്യമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയക്കാരനോ ബിസിനസ്സുകാരനോ എന്നത് നോക്കിയല്ല ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് 2 വർഷം പഴക്കമുള്ളൊരു കേസിൽ, അന്വേഷണം വൈകിപ്പിച്ചൊരു കേസിൽ, തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ ജയിലിലടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രചരണത്തിനുള്ള അവകാശം നിഷേധിക്കുന്നു.